ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേതൽ കാട. കേതൽ ചിക്കൻ എല്ലാവരും കഴിച്ചിട്ടില്ലേ? നല്ല ചെറിയ കോഴി കൊണ്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേതൽ ചിക്കൻ. ഇവിടെ കോഴിക്കോടും ട്രിവാൻഡ്രത്തും എല്ലായിടത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട്. റഹ്മാനിയ ഹോട്ടലിലെ ഒരു മാസ്റ്റർ പീസ് ആണ് ഇവരുടെ കേതൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാട ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കേതൽ ചിക്കൻ ഉണ്ടാക്കാമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽ മുളക് ഒരു 18 എണ്ണം, ഞെട്ടിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചതാണ്. തേങ്ങ ചിരവിയത് 1 കപ്പ്, ഒരു അരമുറി തേങ്ങ ചിരവിയത്. വെളുത്തുള്ളി വലുതാണെങ്കിൽ 1, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം. ഇതിൽ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കാട. ഞാനിവിടെ ഒരു 4 കാട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ വെളുത്തുള്ളി തൊലിയൊക്കെ കളയണം. നമ്മൾ സാധാരണ കളയുന്ന പോലെ തൊലി ഫുള്ളായിട്ട് കളയണ്ട. അതിൻ്റെ ഔട്ടറായിട്ടുള്ള കവറിങ് മാത്രം കളഞ്ഞാൽ മതി. ബാക്കി അങ്ങനെ തന്നെ എടുത്തു വെക്കണം. അവിടെ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഞാനിവിടെ കഴുകി ഒന്ന് തുടച്ചെടുത്താൽ, ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. എന്നിട്ട് തുടച്ചെടുക്കുക. അതിൽ വെള്ളം പാടില്ല. വെള്ളം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് അരപ്പ് റെഡിയായി കിട്ടൂല. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് ഞെട്ടിയൊക്കെ കളഞ്ഞ വറ്റൽമുളകും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് തേങ്ങയില്ലേ, അത് ഫുള്ളായിട്ട് ചേർക്കാം. നമ്മൾ ഈ തേങ്ങ മുഴുവനായിട്ട് ചേർത്ത ശേഷം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി നടുക്കിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിൻ്റെ ആ എരിവൊക്കെ എല്ലായിടത്തും, ആ തേങ്ങയിൽ എല്ലായിടത്തും ആ മിക്സിംഗ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാട ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ, വെളുത്തുള്ളി, വറ്റൽമുളകുള്ള ആ ഒരു അരപ്പ് ചേർക്കുക. ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത ശേഷം നമ്മളൊരു സ്പൂണോ എന്തെങ്കിലും എടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ആ ഒരു അളവിനനുസരിച്ച്. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത്. അപ്പോൾ എനിക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എരിവായിരുന്നു എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂണോട് ചെയ്താലും മതി. കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും. കറക്റ്റ് എല്ലാ സ്ഥലത്തും നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് നല്ല തിരുമ്മി യോജിപ്പിക്കുമ്പോൾ നല്ല റെഡി ആയിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1/4 മണിക്കൂർ മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇടുക. ആദ്യം ഞാൻ കുറച്ച് ചെറിയ കാലുകൾ മാത്രം ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ നമ്മൾ കോഴിയുടെ ആ കാല് പോലെ ഉണ്ട് കാടേതായതുകൊണ്ട്. സാധാരണ നമ്മൾ കാട ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഹാഫായിട്ടാണല്ലോ നമ്മൾ കാട ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നല്ല ശരിക്കൊരു കേതൽ ചിക്കൻ്റെ ആ ഒരു ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനെൻ്റെ ഇത് വലിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ശരിയായിട്ടൊന്ന് മുരിച്ചെടുക്കുക. തീ അധികം കൂട്ടരുത്. അപ്പോൾ പിന്നെ അതിൻ്റെ തേങ്ങയും ആ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി.
ആ ഒരു വെളുത്തുള്ളി ആ ഫ്രൈ ആവുന്ന സമയത്ത് നല്ലൊരു മണമാണ്. കാരണം ആ വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെ ആ ഒരു മൂക്കുമ്പോഴുള്ള ഒരു മണം ഭയങ്കര നല്ലൊരു മണമാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഞാനിവിടെ ചിക്കൻ കൊണ്ടൊക്കെ ഇതേപോലെ ട്രൈ ചെയ്യാറുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ സ്മെല്ലടിക്കുമ്പോൾ അവരിങ്ങനെ പറയും, കൊതിയാവുന്നെന്ന് അവർ പറയാറുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് ഈ അരപ്പൊന്ന് ക്രിസ്പി ആവുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ചിക്കന് കാടയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചേർക്കുമല്ലോ. പക്ഷേ നമ്മൾ ഇതിൽ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണിത്. നല്ല സ്പൈസിയാണ്. അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ആ കാടയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റാണിത്. നമ്മൾ കേതൽ ചിക്കൻ്റെ അതേ ഒരു ലുക്കിൽ ഇത് വന്നിട്ടുണ്ട്. കേതൽ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല സ്പൈസിയാണ്. അവർ ഹോട്ടലിൽ അത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ലൈം ജ്യൂസാണ് തരിക. അത് ആ എരിവ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കേതൽ ചിക്കനെ പോലെ കാട ഉപയോഗിച്ചുണ്ടാക്കി കേതൽ കാട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനി എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പൊടിയൊന്നും ഒഴിവാക്കരുത്, കാരണം അത് ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു പൊടിയിലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത്. ഈ പൊടി നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ട് ആ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ആ കേതൽ കാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. അവർ ഹോട്ടലിലൊക്കെ സേവ് ചെയ്യുന്ന പോലെ ഞാൻ അതിൻ്റെ കൂടെ ചപ്പാത്തിയും ലൈം ജ്യൂസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല സ്പൈസിയാണ്. ആ ഒരു പൊടിയാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ ഭയങ്കര ഒരു കോമ്പിനേഷനാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.